ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് കാതലിക്ക് നേരമില്ല എന്ന തമിഴ് മൂവിയാണ്. ഒരിടത്ത് തനിക്ക് ജീവിതത്തിൽ കുട്ടികളെ വേണ്ടാന്ന് തീരുമാനിക്കുന്ന നായകൻ, മറ്റൊരിടത്ത് തന്റെ വയറ്റിൽ വളർന്ന കുട്ടിയുടെ അച്ഛൻ ആരാണെന്നറിയാതെ അത് അന്വേഷിച്ചിറങ്ങുന്ന നായിക. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. മാത്രമല്ല നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായികയായ ശ്രേയയും കരണും ചേർന്നിട്ട് IVF ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ്. ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവിടെ തിയേറ്ററിൽ കിടക്കുന്ന സമയത്തും അവൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന്. ആ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് അവളുടെ കസിൻ ആയിരുന്നു. നീ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടതെന്ന് അവൾ ചോദിക്കുന്നു. അപ്പോഴേക്കും ഡോക്ടർ വരികയും അവളുടെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. കഥ പിന്നീട് കുറച്ചുനാൾ ബാക്കിലേക്കാണ് കാണിക്കുന്നത്. ശ്രേയയും കരണും പ്രണയിക്കുന്ന കാലഘട്ടം. അവർ രണ്ടുപേരുടെ മാരേജ് ഉടനെ തന്നെ നടത്താനിരിക്കുകയാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ നീ കരണ്ട് കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നൊന്നും ശരിയല്ല എന്ന് അവളോട് അവളുടെ അമ്മ പറയുന്നു. എന്നാൽ അവൾ പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി 4 വർഷം അവന്റെ കൂടെ കറങ്ങി അവനെ പ്രണയിച്ചിട്ടാണ് ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഞാൻ വെർജിൻ ആണെന്നൊന്നും അമ്മ വിചാരിക്കുകയേ വേണ്ട. അത് കേട്ടതും അവളുടെ അമ്മ ആകെ ഷോക്കായി. ശ്രേയ ഒരു ആർക്കിടെക്ട് ആയിരുന്നു. കരണും ശ്രേയയും വിവാഹം കഴിഞ്ഞ് കാനഡയിലേക്ക് പോകാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിസ പ്രോസസ്സിനും മറ്റുമായിട്ട് അവർ രണ്ടുപേരും വീട്ടുകാരറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്തായാലും കുറച്ചുനാൾ കഴിഞ്ഞ് വിവാഹം കഴിക്കാനുള്ളതാ. നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് വിസയുടെ പ്രോസസ്സിംഗ് എല്ലാം തുടങ്ങാമെന്നായിരുന്നു അവരുടെ തീരുമാനം. ആ സമയത്ത് ശ്രേയ അവനോട് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ ഉടനെ എനിക്ക് കുട്ടി വേണമെന്ന്. ഓൾറെഡി എനിക്ക് നല്ല വയസ്സായി, മാത്രമല്ല PCOD ഉണ്ട്. അതുകൊണ്ട് ഒട്ടും തന്നെ താമസിക്കാൻ പറ്റില്ല. അതെല്ലാം തന്നെ കരൺ നോക്കിയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നായകനായ സിദ്ധാർത്ഥിനെയാണ്. അവന്റെ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരുന്നു. ഗ്രീൻ എനർജി ബിൽഡിങ്ങുകൾ കെട്ടാനാണ് അവനിഷ്ടം. അവൻ അതിന്റെ പ്ലാനെല്ലാം തയ്യാറാക്കി മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അവർക്ക് ആർക്കും തന്നെ അതിലൊരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല. എൻവയോൺമെന്റ് നശിപ്പിക്കാതെ എങ്ങനെ നല്ല രീതിയിൽ ബിൽഡിംഗ് കെട്ടാമെന്നുള്ളൊരു ആശയം തന്നെ അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആരും അത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത കാരണം അവൻ എല്ലായിടത്തു നിന്ന് റിജക്ഷൻ നേരിടേണ്ടി വരാറുണ്ട്. അവന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു സേതുവും ഗൗഡയും. സേതു ഒരു ഗേ ആയിരുന്നു. ഗൗഡയാകട്ടെ വിവാഹം കഴിഞ്ഞ് കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നു. ഗേ ആണെങ്കിലും സേതുവിന് ഒരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ സ്പേം അവൻ ഫ്രീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ അവൻ തന്റെ കൂട്ടുകാരെയും ക്ഷണിക്കുന്നു. ഞങ്ങൾ എന്തിനാ വരുന്നെന്ന് ചോദിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുമിച്ചല്ലായിരുന്നോ, ഇതിനും വാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും സേതു നിർബന്ധിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ അവിടെ എത്തിയ സിദ്ധാകട്ടെ തന്റെ പേരും വിവരങ്ങളും എല്ലാം തന്നെ ഫേക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പെൻഡ്രൈവും ആ നേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് കണ്ടോളാൻ പറയുന്നു. അങ്ങനെ അവർ അതും വാങ്ങി സ്പേമൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ വെക്കുമ്പോൾ ആ പെൻഡ്രൈവ് തിരിച്ചു കൊടുക്കാതെ അതും കൊണ്ട് പോകാൻ നോക്കി. ആ നേഴ്സ് പിറകെ ഓടി. എന്നാൽ ഇതിനിടയിൽ അവിടേക്ക് വന്ന മറ്റൊരു നേഴ്സ് ആകട്ടെ സിദ്ധാർത്ഥന്റെ സ്പേം ഫ്രീസ് ചെയ്യാൻ വെക്കുന്നതിന് പകരം ഡൊണേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സ്പേമിന്റെ കൂടെയാണ് എടുത്തു വെക്കുന്നത്. അവിടെ നിന്നും അവർ പിന്നീട് പോകുന്നത് ഒരു ഫാഷൻ ഷോയിലേക്കാണ്. സിഡിന്റെ ഗേൾഫ്രണ്ട് നിരുപമയും അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ അവരുടെ എൻഗേജ്മെന്റ് നടക്കാനിരിക്കുകയാണ്. ഈ എൻഗേജ്മെന്റിലും വിവാഹത്തിലും ഒന്നും തന്നെ സിദ്ധിനധികം വിശ്വാസമില്ല. പക്ഷെ നിരുപമയുടെ ഇഷ്ടത്തിന് അവൻ എല്ലാത്തിനും നിന്നുകൊടുക്കുകയായിരുന്നു. എന്നാലും വിവാഹശേഷം തനിക്ക് കുട്ടികൾ വേണ്ടാന്നുള്ള കാര്യത്തിൽ അവൻ ഉറച്ചു തന്നെ നിന്നു. എന്നാൽ ഇപ്പോൾ സ്പേം ഒക്കെ ഫ്രീസ് ചെയ്യാൻ കൊടുത്തിട്ട് വന്നിരിക്കുകയാണെന്ന് അറിയുമ്പോൾ നിരുപമ ചോദിക്കുന്നുണ്ട്, നീ തന്നെയല്ലേ നേരത്തെ പറഞ്ഞ കുട്ടികൾ വേണ്ട എന്ന്, പിന്നെന്തിനാ ഇപ്പൊ ഇതിനൊക്കെ പോയെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ സേതു നിർബന്ധിച്ചപ്പോ വെറുതെ പോയി ചെയ്തതാണെന്നാണ് അവൻ പറയുന്നത്. അല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കുട്ടികൾ വേണ്ടാന്നുള്ള തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. ശരിക്കും നിരുപമയ്ക്ക് അവനെ വിവാഹം കഴിക്കണോ വേണ്ടോ എന്ന് പോലും ഡൗട്ട് തോന്നാൻ തുടങ്ങി. കാരണം അവൾക്ക് കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വിവാഹശേഷം അവൻ മാറുമെന്നാണ് അവൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവൻ ഒരിക്കലും മാറാൻ പോകില്ല എന്നാണ് അവൾക്ക് തോന്നുന്നത്. മാരേജ് എന്ന് പറയുന്നത് പോലും അവന് തീരെ ഇഷ്ടമല്ല. അവളുടെ നിർബന്ധത്തിനാണ് അവൻ എല്ലാത്തിനും നിന്നു കൊടുക്കുന്നത് തന്നെ. കുറച്ചു ദിവസം കഴിഞ്ഞ് എൻഗേജ്മെന്റിന്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ സിദ്ധും ഫാമിലിയും ചേർന്നിരുന്ന് ചെയ്യുന്നുണ്ട്. അവൻ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. താനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും ക്വിറ്റ് ചെയ്തിട്ട് തന്റെ മനസ്സിലുള്ള ഐഡിയാസ് വെച്ചിട്ട് സ്വന്തമായിട്ട് പ്രോജക്ട്സ് ചെയ്യണമെന്നായിരുന്നു സിദ്ധിന്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ലോൺ കിട്ടുന്നതിനെ പറ്റി എല്ലാം തന്നെ അവൻ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് കൂടി ഇതിനെപ്പറ്റിയെല്ലാം സംസാരിക്കണമെന്ന്. ഈ വീട് വെച്ചിട്ടാണ് നീ ലോൺ എടുക്കാൻ പോകുന്നത്. അപ്പൊ നിരുമയും ഇതെല്ലാം തന്നെ അറിയണം. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. വേണമെന്ന് അവന്റെ അച്ഛൻ നിർബന്ധപൂർവ്വം പറയുന്നു. അതേസമയം ഇവിടെ ശ്രേയ ആകട്ടെ തന്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി ആയിരുന്നു. അങ്ങനെ സിദ്ധിന്റെ എൻഗേജ്മെന്റ് ഡേ എത്തി. എന്നാൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും നിരുപമയും കൂട്ടരെയും കാണുന്നുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും വഴിയിൽ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ സമാധാനിച്ച് വീണ്ടും കുറെ നേരം വെയിറ്റ് ചെയ്തു. അതേ ടൈമിൽ കരണിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രേയ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ചാവി വെച്ച് ഫ്ലാറ്റ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോ ആരെയും തന്നെ കാണുന്നില്ല. എന്നാൽ ബെഡ്റൂമിലേക്ക് കയറിയ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ കിടക്കിൽ കിടക്കുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കരണ്യമാണ് കാണുന്നത്. ഒരു നിമിഷം അവൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട് അത് കരണാണോ എന്ന് തന്നെ. കാരണം അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആകെ ഷോക്കായിട്ടാണ് അവൾ അവിടെ നിന്നും ഇറങ്ങി പോകുന്നത്. കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ അവൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഇവിടെ സിദ്ധിന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനിലേക്ക് നിരുപമയും ഫാമിലിയും വന്നില്ല. കുറെ നേരം കഴിയുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും വന്നിട്ട് പറയുന്നുണ്ട് അവൾക്ക് ഈ എൻഗേജ്മെന്റിൽ താല്പര്യമില്ല എന്ന്. വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വാശി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെന്നൈയിലുള്ള നമ്മുടെ ശ്രേയയുടെ വിവാഹവും മുടങ്ങി, ബാംഗ്ലൂരുള്ള നമ്മുടെ സിദ്ധിന്റെ എൻഗേജ്മെന്റും മുടങ്ങി. കരണ തന്നെ ചതിച്ചത് കാരണം ശ്രേയയാകട്ടെ റൂമിനുള്ളിൽ തന്നെ ആരോടും മിണ്ടാതെ ഇരിപ്പാണ്. അവളുടെ വിവാഹം മുടങ്ങിയത് കാരണം അവളുടെ അമ്മയും ദേഷ്യപ്പെട്ട് മറ്റൊരു റൂമിലിരിക്കുന്നു. അവസാനം അവളുടെ ചിറ്റയും
കസിനും വന്നു കഴിയുമ്പോഴാണ് അവൾ വാതിൽ തുറക്കുന്നത്. അവളുടെ കസിൻ അവൾ പറഞ്ഞ പ്രകാരം അവൾക്ക് വൈൻ ബോട്ടിലും വാങ്ങിയിട്ടാണ് വരുന്നത്. കരണിനെ മറക്കാൻ വേണ്ടിയിട്ട് അവൾ വൈൻ കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണേലും കല്യാണത്തിന് മുൻപ് തന്നെ അവന്റെ സ്വഭാവം മനസ്സിലായത് നന്നായി എന്നാണ് ചിറ്റ പറയുന്നത്. എന്നാൽ അത് കേട്ടതും വിഷമത്തോടെ ശ്രേയയും കസിനും മുഖാമുഖം നോക്കുന്നു. കാരണം അവർ ഓൾറെഡി തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മാരേജ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൾ ഒരു വക്കീലിനെ കണ്ട് ശരിയാക്കുന്നു. ഇവിടെ നിരുപമയും തന്നെ ചതിച്ചത് കാരണം സിദ്ധ് ആകെ വിഷമത്തിലായിരുന്നു. അവൻ ദിവസവും ഓരോ പെൺകുട്ടികളുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രേയയാകട്ടെ ഒരു ഫംഗ്ഷന് പോകുന്നു. അവിടെ വെച്ച് അവളുടെ മറ്റൊരു കസിന്റെ കുട്ടിയെ അവളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അവൾ അതിനെ കുറെ നേരം കളിപ്പിക്കുന്നു. ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ മുതല് തനിക്കൊരു കുഞ്ഞു വേണമെന്ന് അവൾക്ക് ആഗ്രഹം തോന്നാൻ തുടങ്ങി. എന്നാൽ അവളുടെ അമ്മ വന്ന് അവളോട് പറയുന്നുണ്ട്, നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു പയ്യൻ ഇവിടെയുണ്ട്, അവന് നിന്നെ ഇഷ്ടമാണ്, മര്യാദയ്ക്ക് അവനെ കല്യാണം കഴിച്ച് ഇതുപോലൊരു കുഞ്ഞിനെയും പ്രസവിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്, വെറുതെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ നടക്കണ്ട. എന്നാൽ ശ്രേയയുടെ മനസ്സിൽ തനിക്കിനി കല്യാണമേ വേണ്ടാന്നൊരു ചിന്താഗതിയായിരുന്നു. അവൾക്ക് കുഞ്ഞു വേണം, പക്ഷെ അതിന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഒരു പുരുഷന്റെ കൂടെ അഫെയറിനും താല്പര്യമില്ല, മറിച്ച് ഒരു സ്പേം ഡോണറിന്റെ സഹായത്തോടു കൂടി IVF വഴി ഒരു കുഞ്ഞിന്റെ അമ്മയാവുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. ഇത് കേട്ടതും അവളുടെ കസിനും ഞെട്ടി. നീ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ഈ തീരുമാനമൊക്കെ എടുക്കാനെന്ന് അവളോട് പറയുന്നു. ഞാൻ എല്ലാം ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചു, എനിക്കെന്തായാലും വിവാഹം വേണ്ട, ഇതുപോലൊരു കുഞ്ഞിനെ മാത്രം മതിയെന്നാണ് അവൾ പറയുന്നത്. അവൾ അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിക്കുന്നത് കരണിന്റെ അടുത്ത് തന്നെയാണ്. എന്തായാലും നീ എന്നെ ചീറ്റ് ചെയ്തു, പക്ഷെ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നീ എന്റെ കൂടെ നിന്ന് ചെയ്തു തരണം. അങ്ങനെ അവള് കരണിനെയും കൂട്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. കരണിന് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ ഫേക്ക് റിപ്പോർട്ട്സ് എല്ലാം തന്നെ അവളുടെ കസിന്റെ സഹായത്തോടുകൂടി ശരിയാക്കുന്നുണ്ട്. അവരുടെ ഏജും കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇനി ട്രീറ്റ്മെന്റിനൊന്നും സമയമില്ല, IVF തന്നെയാണ് നല്ലതെന്ന് ഡോക്ടറും പറയുന്നു. തന്റെ സ്പേം ഡോണർ ആരായിരിക്കും എന്ന് അവൾ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതൊന്നും പുറത്തുവിടാൻ പറ്റില്ല എന്ന്. അങ്ങനെ എത്രയും പെട്ടെന്ന് IVF ചെയ്യാൻ അവൾ തീരുമാനിക്കുന്നു. അതേസമയം ഇവിടെ ആകെ ഡിപ്രഷനിലിരിക്കുന്ന സിദ്ധിന്റെ അടുത്തേക്ക് ഒരു കോള് വരുന്നുണ്ട്. അവൻ സ്പേം ഫ്രീസ് ചെയ്യാൻ കൊടുത്ത അതേ ലാബിൽ നിന്നായിരുന്നു ആ കോള് വന്നത്. അവൻ ഫ്രീസ് ചെയ്യാൻ കൊടുത്ത സ്പേം അവിടെ നിന്ന് ഡിസ്പ്ലേസ് ആയിപ്പോയി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നുകൂടി വന്ന് സ്പേം കൊടുക്കണമെന്ന് പറയുന്നു. എന്നാൽ അവൻ ഒന്നും തന്നെ കേൾക്കാതെ പെട്ടെന്ന് ആ കോള് കട്ട് ചെയ്യുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം ഓരോ ദിവസവും ശ്രേയ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാകുന്നു. ശ്രേയ ഒരുപാട് ഹാപ്പി ആയിരുന്നു. വീട്ടിലൊന്നും തന്നെ അവൾ ഇതിനെപ്പറ്റി സംസാരിച്ചതേയില്ല. സ്കാനിങ്ങിനെല്ലാം തന്നെ അവൾ തന്റെ കസിന്റെ അടുത്തേക്കാണ് പോയത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പതിയെ പതിയെ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളെല്ലാം തന്നെ അവളുടെ ഉള്ളിൽ കാണിക്കാൻ തുടങ്ങിയിരുന്നു. പല ഫുഡിന്റെ സ്മെല്ലും അവൾക്ക് പിടിക്കാതെയായി. മാക്സിമം ന്യൂട്രിയൻസ് കൂടുതലുള്ള ഫുഡ്സ് എല്ലാം തന്നെ അവൾ കഴിക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ തന്റെ വീട്ടുകാരോട് സത്യം തുറന്നു പറയാൻ തീരുമാനിക്കുന്നു. താൻ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. അവളുടെ അമ്മ അത് കേട്ട് ആകെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ കരണുമായിട്ട് അധികം കറങ്ങി നടക്കരുതെന്ന്, ഇനിയിപ്പോ അവനെ തന്നെ കല്യാണം കഴിക്കുന്നതാ നല്ലത്. എന്നാൽ അവൾ പറയുന്നുണ്ട് ഇത് കരണിന്റെ കുട്ടിയല്ല, പിന്നെ ആരുടെ കുട്ടിയാണെന്ന് ചോദിക്കുമ്പോൾ അത് തനിക്ക് അറിയില്ല എന്നാണ് അവൾ പറയുന്നത്. അവളുടെ വീട്ടുകാർക്കൊന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. താൻ സ്പെം ഡൊണേഷൻ വഴി IVF-ലൂടെ പ്രഗ്നന്റ് ആയതാണെന്ന് അവൾ പറയുന്നു. ഇത് കേട്ടതോടുകൂടി അവളുടെ അമ്മയ്ക്ക് അത് അംഗീകരിക്കാനേ സാധിച്ചില്ല. ആ നിമിഷം മുതൽ അവർ ശ്രേയയോട് മിണ്ടിയതുമില്ല. റൂമിലേക്ക് പോയി കഥ കടച്ചു തന്നെ ഇരിപ്പായിരുന്നു. ഒന്നുകിൽ ഈ വീട്ടിൽ അവളോ അല്ലെങ്കിൽ ഞാനോ ആരെങ്കിലും ഒരാൾ മതിയെന്ന് പറയുന്നു. അത് കാരണം ശ്രേയയ്ക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടതായി വരികയാണ്. അവൾ മറ്റൊരിടത്ത് ഫ്ലാറ്റ് എടുത്ത് താമസം തുടങ്ങി. അവളുടെ ചിറ്റയും അവൾക്ക് കൂട്ടായിട്ട് അവിടേക്ക് വന്നു. അതിനിടെ അവൾ ന്യൂസിൽ കാണുന്നുണ്ട് ഒരു സീരിയൽ കില്ലർ ആകട്ടെ അയാൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഒരുപാടെടുത്ത് പോയി സ്പേം ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആ ന്യൂസ് കണ്ട് പേടിച്ച ശ്രേയയാകട്ടെ തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാണെന്ന് കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുന്നു. അവൾ അതിനു വേണ്ടിയിട്ട് അവളുടെ കസിന്റെ സഹായമാണ് തേടുന്നത്. അങ്ങനെ ആ അഡ്രസ് അവരെടുക്കുന്നു. അതിൽ കൊടുത്തിരിക്കുന്ന പേരാകട്ടെ നമ്മുടെ സിദ്ധ് ഫേക്കായിട്ട് കൊടുത്തിരിക്കുന്ന അതേ പേര് തന്നെയായിരുന്നു, P. ജെയിംസ്. ബാംഗ്ലൂർ അഡ്രസ് ആണ് കൊടുത്തിരിക്കുന്നത്. ശ്രേയ എന്തായാലും ബാംഗ്ലൂർ ഒരു ബിൽഡേഴ്സിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ P. ജെയിംസിനെ കണ്ടുപിടിച്ചിട്ട് തിരികെ വരുമെന്നാണ് അവൾ പറയുന്നത്. ശ്രേയ അറ്റൻഡ് ചെയ്യാൻ പോയ ആ ഒരു പ്രോഗ്രാമിൽ തന്നെ നമ്മുടെ സിദ്ധും പോയിട്ടുണ്ടായിരുന്നു. അവൻ തന്റെ ഐഡിയാസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതേസമയം ശ്രേയ എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്തേക്ക് അവൻ പോയി നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് അവൾ പറയുന്നതെല്ലാം തന്നെ അവൻ നോക്കി നിൽക്കാൻ തുടങ്ങി. ഒറ്റ നോട്ടത്തിൽ തന്നെ ശ്രേയെ അവൻ ഇഷ്ടമായിരുന്നു. ശ്രേയെ കണ്ടതിനെ പറ്റിയും അവളുടെ കോൺഫിഡൻസിനെ പറ്റിയും എല്ലാം തന്നെ ബാറിലിരുന്നു കൊണ്ട് ഇവൻ രാത്രി സേതുവിനോടും ഗൗഡയോടും പറയുന്നു. അതേസമയം നമ്മുടെ ശ്രേയ ആകട്ടെ ആ P. ജെയിംസിന്റെ അഡ്രസ് അന്വേഷിച്ചു വരുന്നതും ഇതേ ബാറിലേക്ക് തന്നെയാണ്. അവള് താഴെ നിൽക്കുന്നത് മുകളിൽ നിന്നിരുന്ന സിദ്ധ് കാണുന്നു. അവൻ അവന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ആ പെൺകുട്ടി ദേ അവിടെ നിൽക്കുന്നുവെന്ന്. അവൻ നേരെ പോയി അവളോട് സംസാരിക്കുന്നു. എക്സ്പോയിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു, പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവനെ കണ്ടപ്പോ തന്നെ എവിടെയോ കണ്ട് പരിചയം പോലെ അവൾക്ക് തോന്നുന്നു. ഒറ്റയ്ക്കുള്ളൊന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് തന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ, പക്ഷെ ഫ്രണ്ട് വന്നില്ല എന്ന്. മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ എന്റെ ഫ്ലൈറ്റ് ഉണ്ട്, അത് ഡിലേ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വേണമെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ മുകളിലിരിക്കാമെന്ന് അവൻ പറയുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലാന്ന്. നീ എവിടെ താമസിക്കുന്നത് ചോദിക്കുമ്പോൾ ചെന്നൈയിലാണെന്നാണ് അവള് പറയുന്നത്. അവൻ ബാംഗ്ലൂരും അവള് ചെന്നൈ ആയിരുന്നു. എന്നാ ശരി പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി. കുറച്ച് കഴിയുമ്പോൾ അവൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട് അവളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി എന്ന് പറഞ്ഞിട്ട്. അത് കാരണം അവള് വീണ്ടും മുകളിലേക്ക് കയറി ചെന്നിട്ട് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ അവരെല്ലാരുമായിട്ട് ശ്രേയ നല്ല കമ്പനിയായി. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും
എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നല്ല ഫുഡ് കിട്ടണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരണമെന്ന്. അവന്റെ അച്ഛൻ നല്ല പോലെ കുക്ക് ചെയ്യുമെന്ന്. അവരെ കണ്ടിട്ട് അങ്ങനെ ഡേഞ്ചർ പീപ്പിൾ ആയിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ അവൾ അവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. കാറിൽ വെച്ചിട്ട് ഒരുപാട് സെൽഫി എടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പതിയെ പതിയെ സിദ്ധിനോട് ശ്രേയയോട് ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. വീട്ടിലെത്തി കഴിയുമ്പോൾ അവന്റെ അച്ഛനെ പരിചയപ്പെട്ടതോടുകൂടി അവള് നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടെ ശ്രേയ സിദ്ധിന്റെ ഡ്രീം പ്രോജക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട്. ഇത് എവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇതുവരെയും എവിടെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. അവന്റെ പ്രോജക്റ്റ് എല്ലാവരും റിജക്ട് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും അവൻ കൂടുതൽ സംസാരിച്ചില്ല. അവനെ വളർത്തിയത് അച്ഛനാണെന്ന് മനസ്സിലായതോടുകൂടി അവള് ചോദിക്കുന്നുണ്ട് സിംഗിൾ പാരന്റിംഗ് കഷ്ടമായിരുന്നു എന്ന്. ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ രണ്ടുപേരും ടെറസിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. സിദ്ധു തന്റെ ക്യാൻസലായി പോയ എൻഗേജ്മെന്റിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ശ്രേയ തന്റെ ക്യാൻസലായ മാരേജിനെ പറ്റിയും. അങ്ങനെ പറഞ്ഞ് അതിനുള്ള കാരണം പറയാൻ തുടങ്ങിയപ്പോഴാണ് അവൻ പറയുന്നത് നിരുപമയ്ക്ക് ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിൽ ഒരു താല്പര്യവുമില്ല. സിദ്ധിനോട് ഒരു അട്രാക്ഷൻ തോന്നിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് അവൻ ഇതൊക്കെ പറയുന്നത്. പെട്ടെന്നാണ് ശ്രേയയ്ക്ക് ഓർമ്മ വരുന്നത് തന്റെ വയറ്റിലൊരു കുഞ്ഞ് വളർന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവനോട് കൂടുതൽ അടുക്കാൻ പാടില്ല. അവനാകട്ടെ അവളോട് കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നിയിട്ട് അവളെ കിസ് ചെയ്യാൻ വരികയായിരുന്നു. പെട്ടെന്ന് അവളത് തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് തനിക്ക് പോണമെന്ന്, തന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും പിരിയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രേയ തന്റെ കുഞ്ഞിന് ജന്മം നൽകുന്നതാണ്. അതൊരു ആൺകുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് 8 വർഷങ്ങൾ കഴിഞ്ഞു. ശ്രേയ തന്റെ കമ്പനിക്ക് പുതിയൊരു പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു. ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കമ്പനികൾ ഇവരുടെ കമ്പനിയുമായിട്ട് മത്സരിക്കുന്നുണ്ട്. അതേസമയം ശ്രേയയുടെ മകൻ പാർത്ഥിവ് സ്കൂളിൽ പോയി തുടങ്ങിയിരുന്നു. അവന്റെ കൂട്ടുകാരെല്ലാം തന്നെ അവന്റെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അച്ഛൻ ആർമിയിലായിരുന്നു, കുറെ നാളുകൾക്ക് മുന്നേ മരിച്ചു പോയതാണ്, ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ. എന്നാൽ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവന്റെ കൂട്ടുകാർക്ക് പലർക്കും അറിയാമായിരുന്നു അവൻ അച്ഛനില്ല എന്നുള്ള കാര്യം. അതിന്റെ പേരിൽ അവനെ പലപ്പോഴും അവർ കളിയാക്കാറുണ്ട്. ശ്രേയ താമസിക്കുന്ന ആ ഒരു ബിൽഡിംഗിലേക്ക് തന്നെയാണ് നമ്മുടെ സിദ്ധും ഈ 8 വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. ശ്രേയയുടെ കമ്പനി തങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അതേ ഒരു പ്രോജക്റ്റ് സിദ്ധു തന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വന്ന മാത്രയിൽ തന്നെ അവൻ കണ്ടുമുട്ടുന്നതാകട്ടെ ശ്രേയയുടെ മകനെയും. പാർത്ഥിവ് അടിച്ച ഫുട്ബോൾ ആകട്ടെ സിദ്ധിന്റെ ദേഹത്താണ് വന്നു വീഴുന്നത്. പാർത്ഥിവിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഇത് ദൂരേക്ക് തട്ടിക്കളയുന്നു. കോമ്പൗണ്ടിന് വെളിയിൽ പോയ കാരണം ആ ബോൾ തിരിച്ചെടുക്കാനും പാർത്ഥിവിന് പറ്റിയില്ല. അത് കാരണം അവന്റെ കൂട്ടുകാരാകട്ടെ അവനെ പിന്നെ കളിപ്പിക്കാനും കൂട്ടാക്കിയില്ല. അങ്ങനെ വന്നപ്പോൾ തന്നെ പാർത്ഥിവിന്റെ സിദ്ധിന്റെ ഇടയ്ക്ക് ചെറിയൊരു അടിയുണ്ടാവുകയാണ്. പാർത്ഥിവും ശ്രേയയും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു. അവളുടെ അമ്മ ഇപ്പോഴും അവളെ വിളിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അവളുടെ അമ്മ കാണാതെ അവളുടെ അച്ഛൻ അവളെ വിളിക്കുമായിരുന്നു. അങ്ങനെ പാർത്ഥിവ് തന്റെ അപ്പൂപ്പനോട് സംസാരിക്കുന്നിടയ്ക്ക് എനിക്കൊരു ഫുട്ബോൾ വാങ്ങി തരുമോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഫുട്ബോൾ ഇന്നൊരു ദുഷ്ടനാകട്ടെ കോമ്പൗണ്ടിന്റെ വെളിയിലേക്ക് അടിച്ചു കളഞ്ഞു. ഫുട്ബോൾ പുതിയത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ കൂട്ടുകാരനെ കളിപ്പിക്കില്ല. ഇവൻ ഇങ്ങനെ അപ്പൂപ്പനോട് ഇത് പറയുന്നത് കേട്ടുകൊണ്ടാണ് ശ്രേയ വരുന്നത്. അത് ആരാണെന്ന് ശ്രേയ അവനോട് ചോദിക്കുന്നു. അവൻ നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. തന്റെ മകന്റെ ഫുട്ബോൾ കളഞ്ഞ ആളാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രേയ അവിടേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് വർഷങ്ങൾക്ക് ശേഷം ശ്രേയയും സിദ്ധും കണ്ടുമുട്ടുകയാണ്. പാർത്ഥിവ് ശ്രേയയുടെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ സിദ്ധ് ആദ്യം ഒന്ന് ഷോക്കായി. താൻ 3-4 മാസത്തേക്ക് ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രമാണ് ചെന്നൈയിലേക്ക് വന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം അവർ ആ പ്രോജക്റ്റിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ അവിടെ വെച്ചും കണ്ടുമുട്ടുന്നു. ആ പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കോമ്പറ്റീഷനിലാണെന്നുള്ള കാര്യം അപ്പോഴാണ് അവർക്ക് പോലും മനസ്സിലാകുന്നത്. നമ്മുടെ കമ്പനീസ് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് മത്സരിക്കുകയാണെങ്കിലും നമുക്കിടയിൽ അതിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് സിദ്ധ് അവളോട് പറയുന്നുണ്ട്. അങ്ങനെയിരിക്കും ഒരു ദിവസം സ്കൂളിൽ നിന്നും ശ്രേയക്ക് കോൾ വന്നിട്ട് അവൾ അവിടെ ചെല്ലുമ്പോഴാണ് പ്രിൻസിപ്പൾ പറയുന്നത് പാർത്ഥിവും ഒരു പയ്യനും തമ്മിൽ അടിയുണ്ടാക്കിയെന്ന്. അതിന്റെ കാരണം തിരക്കുമ്പോഴാണ് അവൻ പറയുന്നത് പാർത്ഥിവിനെ ആ പയ്യൻ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് വിളിച്ചെന്ന്. തന്റെ അച്ഛൻ ആർമിയിലൊന്നും അല്ല എന്നും തനിക്ക് അച്ഛനില്ലാന്നും പറഞ്ഞിട്ട് അവൻ കളിയാക്കി. ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ അവൻ അവളോട് ചോദിക്കാൻ തുടങ്ങിയിരുന്നു. അവള് പറയുന്നുണ്ട് ബാക്കി എല്ലാവരെ കാര്യം സ്പെഷ്യൽ ആയിട്ടുള്ള കിഡാണ് അവര്. ഈ സൂപ്പർ ഹീറോസ് ഒക്കെ ഇല്ലേ അവരൊക്കെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവന്റെ മനസ്സിൽ അപ്പോഴും തന്റെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അവള് തന്റെ കസിനോട് പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ട് താൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അട്രാക്ഷൻ തോന്നിയ അയാളാകട്ടെ ഇപ്പൊ എന്റെ നെയ്ബറായിട്ട് വന്നിരിക്കുന്നു. മാത്രമല്ല അയാൾ എന്റെ കോമ്പറ്റീറ്ററുമാണ്. അയാളെ എങ്ങനെ അവോയ്ഡ് ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. എന്തിനാ അവോയ്ഡ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് അവൻ എന്തെങ്കിലും റൊമാന്റിക് ഫീലിംഗ് എന്നോട് തോന്നണ്ടാന്ന്. എന്നിട്ട് അവൾ സിദ്ധിന്റെ വീട്ടിലേക്ക് എത്തി നോക്കുന്നുണ്ട്. ഇത് കണ്ട് അവളുടെ കസിൻ പറയുന്നുണ്ട് നിന്റെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ നിനക്ക് അയാളോട് റൊമാൻസ് ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന്. അന്ന് വൈകുന്നേരം ലിഫ്റ്റിൽ വെച്ചിട്ട് സിദ്ധും പാർത്ഥിവും വീണ്ടും കാണുന്നുണ്ട്. സിദ്ധിനെ മനഃപൂർവ്വം ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പാർത്ഥിവ് എല്ലാ ബട്ടണിലും കുത്തുന്നു. ഓരോ ഇടത്തും പോയിട്ട് ലിഫ്റ്റ് ഓപ്പൺ ആയി ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ സിദ്ധ് ഇത്തവണ അവനോട് ഒരു രീതിയിലുള്ള വഴക്കിനും പോയില്ല. അവൻ കാണിക്കുന്നതെല്ലാം ക്ഷമയോടെ കണ്ടുകൊണ്ട് മാത്രം നിന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ശ്രേയ വീട്ടിലെത്തി കഴിയുമ്പോൾ പാർത്ഥിവിനെ കാണുന്നുണ്ടായിരുന്നില്ല. എല്ലായിടത്തും അവൾ പാർത്ഥിവിനെ അന്വേഷിച്ചു. എവിടെയും കണ്ടില്ല. അവസാനം പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം എന്നൊരു ഘട്ടത്തിലെത്തിയിരുന്നു. സിദ്ധിന്റെ റൂമിലും ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. സിദ്ധ് തന്റെ പരിചയത്തിലുള്ള ഒരു പോലീസ് ഓഫീസറിനെ വിളിക്കുകയും അവിടേക്ക് വരുത്തിയിട്ട് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് താൻ സിംഗിൾ മദർ ആണെന്ന്. ഡിവോഴ്സ്ഡ് ആണെന്ന് ചോദിക്കുമ്പോൾ അവൾ ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് സിദ്ധ് കയറി പറയുന്നുണ്ട് ഡിവോഴ്സ്ഡ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളറിയാതെ നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയിരിക്കാമെന്നാണ് അയാൾ പറയുന്നത്. അതിനൊരു ചാൻസും ഇല്ലാന്ന് അവള് പറയുന്നു.
പറയുന്നു. അങ്ങനെ പോലീസുകാര് പലയിടത്തും അന്വേഷിക്കാൻ തുടങ്ങി. കുറെ സമയത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവർ പാർത്ഥിവിനെ കണ്ടെത്തി അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. തന്റെ അച്ഛൻ ബാംഗ്ലൂരിൽ എവിടെയോ ആണെന്ന് ശ്രേയയുടെയും അവളുടെ ചിറ്റിയുടെയും സംസാരത്തിൽ നിന്ന് അവൻ എപ്പോഴും കേട്ടിരുന്നു. അത് കാരണം ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടിയാണ് അവൻ റെയിൽവേ സ്റ്റേഷനിൽ പോയത്. പാർത്ഥിവിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു ശ്രേയ. അതിനുശേഷം പാർത്ഥിവിന് സിദ്ധാകട്ടെ ഒരു ഫുട്ബോൾ സമ്മാനമായി നൽകുന്നു. ഇവിടെയുള്ള ആരും തന്നെ കൂടെ കളിപ്പിക്കുന്നില്ല എന്നും തനിക്ക് സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ ചേരണമെങ്കിൽ ഇവരുമായിട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂന്നും അവൻ പറയുന്നുണ്ട്. ഇത് കേട്ടതും സിദ്ധ് പറയുന്നുണ്ട്, ഞാൻ നിന്റെ കോച്ചാകാമെന്ന്. സിദ്ധിന് നല്ലപോലെ ഫുട്ബോൾ കളിക്കാൻ അറിയാമായിരുന്നു. അങ്ങനെ അന്നു മുതൽ സിദ്ധാകട്ടെ പാർത്ഥിവിനെ ഫുട്ബോൾ കളിക്കാൻ പഠിപ്പിക്കുന്നു. അവർ തമ്മിൽ നല്ല കമ്പനിയായി. ശ്രേയയാകട്ടെ അന്ന് രാത്രി അവനോട് തന്റെ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. പാർത്ഥിവിന്റെ അച്ഛനാരാണെന്ന് തനിക്കറിയില്ല. IVF-ലൂടെയാണ് അവനെ എനിക്ക് കിട്ടിയത്. അന്ന് ഞാൻ ബാംഗ്ലൂർ വന്ന സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അവന്റെ അച്ഛനെ എപ്പോഴെങ്കിലും അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഒരു തവണ അന്വേഷിക്കാൻ ശ്രമിച്ചു, അന്ന് തന്നെയാണ് നമ്മൾ കണ്ടുമുട്ടിയതെന്നും. ഇവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ പല രീതിയിലാണ് കഥകൾ മെനയുന്നത്. ചിലര് പറയാൻ തുടങ്ങി ഞാൻ ഡിവോഴ്സ്ഡ് ആണെന്ന്, ചിലര് പറഞ്ഞു എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്ന്. ഇതിൽ നിന്നെല്ലാം എന്തൊക്കെയോ കേട്ടിട്ട് പാർത്ഥിവ് തന്നെ അവന്റെ മനസ്സിൽ അവന്റെ അച്ഛൻ ആർമിയിലായിരുന്നു എന്നും മരിച്ചുപോയി എന്നൊക്കെ കള്ളക്കഥകൾ ഉണ്ടാക്കി. അവൻ തന്റെ അച്ഛൻ ആരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു. പക്ഷെ സിദ്ധ് വന്ന ശേഷം അവന്റെ കൂടെ ഇത്ര കമ്പനി ആയതിനു ശേഷം അവൻ അങ്ങനെ ആ ഒരു ചോദ്യം എന്നോട് അധികം ചോദിക്കാറില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ പ്രോജക്ടിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രേയയ്ക്ക് ബാംഗ്ലൂരേക്ക് പോകേണ്ട ആവശ്യം വരുന്നു. പക്ഷെ ആ സമയത്ത് അവളുടെ ചിറ്റയ്ക്ക് തീരെ സുഖമല്ലായിരുന്നു. അത് കാരണം പാർത്ഥിവിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനും പറ്റില്ല. എന്നാൽ സിദ്ധ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോകാം, ഞാൻ ബാംഗ്ലൂരേക്ക് ഡ്രൈവ് ചെയ്താ പോകുന്നതെന്ന്. പാർത്ഥിവിനെ നമുക്ക് കൂടെ കൂട്ടാമെന്ന്. ചിറ്റിയെ നോക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയ ശേഷം അവരെല്ലാവരും ഒരുമിച്ച് ബാംഗ്ലൂരേക്ക് പോകുന്നു. ആ ഒരു ട്രിപ്പില് സിദ്ധും ശ്രേയയും കൂടുതൽ അടുത്തിരുന്നു. സിദ്ധ് തന്റെ വീട്ടിലേക്കാണ് ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവന്റെ അച്ഛനും ഒരുപാട് ഹാപ്പിയായി. അതിനുശേഷം മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്യുകയും അവരുടെ പ്രസന്റേഷൻ എല്ലാം തന്നെ എല്ലാവരുടെയും മുന്നിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സിദ്ധിന്റെ അച്ഛനും ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ എല്ലാം തന്നെ ജീനിൽ ഇതുള്ളതാണെന്നാ തോന്നുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. അവൾ അങ്ങനെ പറയുമ്പോഴും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല പാർത്ഥിവിന്റെ അച്ഛൻ സിദ്ധ് തന്നെയാണെന്നുള്ള കാര്യം. സിദ്ധ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഗൗഡിയാകിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെല്ലുന്നു. അവന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളെ കണ്ട് ശരിക്കും സിദ്ധ് ഞെട്ടി. അത് നിരുപമയായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ അവൻ വീണ്ടും കാണുന്നത്. എന്നാൽ സിദ്ധിന്റെ വീട്ടിൽ നിൽക്കുന്ന ശ്രേയെ കണ്ടതും ഗൗഡ ഞെട്ടി. താൻ തെറ്റായ സമയത്താണോ നിരുപമയെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് അവന് തോന്നുന്നു. എന്തായാലും സിദ്ധാകട്ടെ നിരുപമയെ ഉള്ളിലേക്ക് വിളിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. സിദ്ധ് നിരുപമയെ ശ്രേയക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അത് നിരുപമയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ശ്രേയുമായിട്ടും മകനുമായിട്ടും സിദ്ധ് ഇത്ര ക്ലോസ് ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് നിരുപമയ്ക്ക് അവർ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് സംശയം തോന്നുന്നു. ഞങ്ങൾ ഇവിടെ ഒരു പ്രോജക്ടിന്റെ കാര്യത്തിന് വന്നതാ, അതുകൊണ്ട് ചെന്നൈയിൽ നിന്ന് ഒരുമിച്ച് വന്നതാണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. തനിക്ക് ചെന്നൈയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞാനും വന്നോട്ടെ എന്ന് നിരുപമ അവനോട് ചോദിക്കുന്നു. അവന് നോ പറയാൻ പറ്റിയില്ല. തിരിച്ചു പോകാൻ നേരം തങ്ങളുടെ കൂടെ നിരുപമയും വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ശ്രേയക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൻ പറയുന്നുണ്ട് അവൾക്ക് അവിടെ എന്തോ ആവശ്യമുണ്ടെന്നാ പറഞ്ഞത്, ഞാനായിട്ട് വിളിച്ചതല്ല എന്ന്. എന്നാൽ ശ്രേയ പറയുന്നുണ്ട്, നീ നിന്റെ ഗേൾഫ്രണ്ട് എന്ത് തീരുമാനിച്ചാലും എനിക്ക് എന്താന്ന്. അവളിന്റെ ഗേൾഫ്രണ്ട് അല്ലാന്ന് ഇടയ്ക്കിടയ്ക്ക് സിദ്ധ് അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരിക്കാൻ പാർത്ഥിവ് ചെന്നപ്പോഴാകട്ടെ അവനെ തടഞ്ഞുകൊണ്ട് നിരുപമ ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരിക്കുന്നു. നീ താമസിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും റൂം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിരുപമ പറയുന്നുണ്ട്, ഞാൻ റൂമൊന്നും എടുത്തിട്ടില്ല, നിന്റെ കൂടെ ഞാൻ താമസിച്ചോട്ടെ എന്ന്. അത് നിനക്ക് ഓക്കെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവന് മറത്തൊന്നും പറയാനും പറ്റിയില്ല. കുഴപ്പമില്ലാന്ന് അവൻ പറയുന്നു. ഇതെല്ലാം തന്നെ ബാക്കിലിരുന്ന് കേട്ട് ശ്രേയക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിലാകട്ടെ സിദ്ധിനോട് ഇഷ്ടമുണ്ട്. എന്നാൽ ഇതുവരെ അവള് തുറന്നു പറഞ്ഞിട്ടുമില്ല. നിരുപമ അവന്റെ കൂടെ വീണ്ടും ഇങ്ങനെ അടുക്കുന്നത് കാണുമ്പോൾ അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഫ്ലാറ്റിലെത്തി അവർ രണ്ടുപേരും അവരവരുടെ റൂമിലേക്ക് പോയി. നിരുപമയാകട്ടെ ഉള്ളിലേക്ക് കയറിയ ഉടനെ സിദ്ധിനെ പോയി കെട്ടിപ്പിടിക്കുന്നു. ഒരു ലഗേജ് മിസ്സായ കാരണം അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രേയ അവരുടെ റൂമിലേക്ക് കയറി വന്നതും ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അവൾ അത് കണ്ട് ഒരുപാട് വിഷമത്തോടെ അവിടെ നിന്ന് തിരിച്ചുപോയി. സിദ്ധ് നിരുപമയ്ക്ക് ഒരു റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് എൻഗേജ്മെന്റിന് ഞാൻ വരാതിരുന്നത് ഒരുപാട് തെറ്റായി പോയെന്ന് അവൾ പറയുന്നു. എല്ലാത്തിനും ക്ഷമ ചോദിച്ചിട്ട് ഇനിയൊരു ചാൻസ് കൂടി എനിക്ക് തരണമെന്ന് അവൾ പറയുകയാണ്. നീ സിംഗിൾ ആയിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് തന്നെ. എന്നെ ആലോചിച്ചാണോ നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നമുക്ക് ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കിക്കൂടെ എന്ന് അവൾ ചോദിക്കുന്നു. സിദ്ധ് അതിനൊന്നും തന്നെ ഒരു ഉത്തരവും പറയുന്നുണ്ടായിരുന്നില്ല. കാരണം അവന്റെ മനസ്സിൽ നിരുപമയോട് ഇപ്പോൾ ഒന്നും തന്നെയില്ല. അവന്റെ മനസ്സിൽ നിറയെ ശ്രേയയും മകനുമായിരുന്നു. സ്കൂൾ ടീമിൽ താൻ സെലക്ട് ആയതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് പാർത്ഥിവ് സിദ്ധിന്റെ അടുത്തേക്ക് വരുന്നു. ആ ഹാപ്പി ന്യൂസ് കേട്ടതും അവർ രണ്ടുപേരും പരസ്പരം തുള്ളിച്ചാടാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ നിരുപമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ വേണ്ടാന്ന് പറഞ്ഞ സിദ്ധാണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ കൂടെ ഇത്രയധികം അറ്റാച്ച് ആയിരിക്കുന്നത്. നിരുപമ സിദ്ധിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ശേഷം ശ്രേയയാകട്ടെ സിദ്ധിൽ നിന്നും ഒരുപാട് അകലാൻ തുടങ്ങിയിരുന്നു. ഇത് ശ്രദ്ധിച്ച സിദ്ധാകട്ടെ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമില്ല, വർക്കിന്റെ ടെൻഷനാണെന്നാണ് അവള് പറയുന്നത്. ആ പ്രോജക്റ്റിൽ നിന്ന് ഒരുപാട് പേരെ പിന്നിലാക്കി ഇവർ 2-3 പേര് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഇതിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ ആ പ്രോജക്റ്റ് ലഭിക്കുമായിരുന്നുള്ളൂ. സിദ്ധിന്റെയും ശ്രേയയുടെയും കമ്പനികൾക്കിടയിൽ നടക്കുന്നത് വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. ഉടനെ തന്നെ പാർത്ഥിവിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അതിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് സിദ്ധിനെ ശ്രേയ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിരുപമയും കൂട്ടിക്കൊണ്ടുവരാൻ അവൾ പറയുന്നു. ഇവരെല്ലാം ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതും സിദ്ധ് ശ്രേയ ഇങ്ങനെ നോക്കുന്നതും എല്ലാം തന്നെ നിരുപമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നതെന്ന് വൈകുന്നേരം നിരുപമയാകട്ടെ സിദ്ധിനോട് പറയുന്നുണ്ട്, നമ്മളിവിടെ വന്ന ശേഷം അതിന്
ടൈം ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല, നമുക്ക് പുറത്തേക്ക് പോയാലോ എന്ന്. എന്നാൽ തനിക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് പോകണമെന്നാണ് അവൻ പറയുന്നത്. അത് അത്ര ഇമ്പോർട്ടന്റ് ആണോ, ഒഴിവാക്കാൻ പറ്റില്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ പാർത്ഥിവിന് പ്രോമിസ് ചെയ്ത് കൊടുത്തതാണെന്ന് അവൻ പറയുന്നു. എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവൾ സിദ്ദിനോട് പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ ശ്രേയയോട് ഇഷ്ടമുണ്ട്, നീ അവളെ ലവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, നീ അത് അവളോട് തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലതെന്ന്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ തന്റെ സാധനങ്ങൾ എടുത്തിട്ട് അപ്പൊ തന്നെ ഇറങ്ങി. അതിനിടെ സിദ്ദിന് തന്റെ ബോസിന്റെ കോള് വരുന്നുണ്ട്, ഈ പ്രോജക്ട് നമുക്ക് തന്നെ കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം ശ്രേയയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഈ ബോസിന്റെ ഫ്രണ്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കോഡ്സ് എല്ലാം തന്നെ ഇവർക്ക് കിട്ടി. അതൊന്ന് റീവർക്ക് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി, പ്രോജക്ട് നമുക്ക് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. അത് കേട്ടതും ശരിക്കും സിദ്ദിന് നല്ല വിഷമം തോന്നുന്നുണ്ടായിരുന്നു. ശ്രേയ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അവിടെ പാർത്ഥിവാകട്ടെ സിദ്ദിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സിദ്ധെത്തി കഴിഞ്ഞ് അവരെല്ലാവരും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുകയും ആ പാർട്ടി ആഘോഷമാക്കുകയും ചെയ്യുന്നു. അതിനിടെ എല്ലാം തന്നെ അവളുടെ ചിറ്റ വന്ന് ശ്രേയോട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ആ സിദ്ദിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അത് നിന്റെ മുഖത്ത് തന്നെയുണ്ട്, നീ അവനോട് എന്താ തുറന്നു പറയാത്തേന്ന്. എന്നാൽ അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൾ അതിൽ നിന്ന് ഒഴിവായി. സിദ്ധത്തിനിടയ്ക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രേയുടെ മുറിയിലേക്ക് കയറിയിരുന്നു. അവിടെ ഇരുന്ന് അവരുടെ ഫോട്ടോസ് നോക്കുന്നതിനിടയിൽ അവന്റെ കയ്യിൽ നിന്ന് എന്തോന്ന് താഴേക്ക് വീണിട്ട് അവിടെ വെച്ചിരുന്ന ലാപ്പ് ഓൺ ആകുന്നു. അവൻ അവളുടെ ആ പ്രോജക്ട് വർക്കിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൾ അവിടേക്ക് കയറി വരുന്നു. ആ പ്രോജക്ട് അവന്റെ കമ്പനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം അതെല്ലാം ചെക്ക് ചെയ്യുകയാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. സിദ്ദിനെ ശരിക്കും ശ്രേയ തെറ്റിദ്ധരിക്കുകയായിരുന്നു. എന്നാൽ സിദ്ധ് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെയല്ല, ഓൾറെഡി ഈ പ്രോജക്ട് ഞങ്ങൾക്ക് തന്നെയാണ് വരാൻ പോകുന്നത്, നിനക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കിയതെന്ന്. എന്നാൽ അതൊന്നും തന്നെ ശ്രേയ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ആ പ്രോജക്ട് അവന് സ്വന്തമാക്കാൻ വേണ്ടി മനഃപൂർവ്വം അവളുടെ ലാപ്പിലെ കാര്യങ്ങൾ നോക്കുകയായിരുന്നു എന്നാണ് അവൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് അവനുമായിട്ട് വഴക്കുണ്ടാക്കുകയും ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്യുന്നു. പക്ഷെ അവൾ തന്റെ ഓഫീസിൽ എത്തുമ്പോഴാണ് അറിയുന്നത് ആ പ്രോജക്ട് അവളുടെ കമ്പനിക്ക് തന്നെ കിട്ടിയെന്ന്. ലാസ്റ്റ് മൊമെന്റിൽ സിദ്ദിന്റെ കമ്പനി വിഡ്രോ ചെയ്തു എന്ന്. സിദ്ധ് മനഃപൂർവ്വം അവൾക്ക് ആ പ്രോജക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റിൽ വിഡ്രോ ചെയ്യുകയായിരുന്നു. അത് കേട്ടതോടെ ശ്രേയ ആകെ ഷോക്കായി. കാരണം താൻ സിദ്ദിനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. സിദ്ധ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കാരണം അവന് തന്റെ ഓഫീസിൽ ഇനി ജോലി ചെയ്യാൻ പോലും സാധിക്കില്ലായിരുന്നു. എന്നാൽ അവനായിട്ട് തന്നെ ആ ജോലി ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നു. സിദ്ധ് ചെന്നൈയിൽ നിന്നും തിരിച്ച് ബാംഗ്ലൂരും പോയിട്ടുണ്ടായിരുന്നു. പാർത്ഥിവ് സിദ്ദിനെ നല്ലപോലെ മിസ് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ശ്രേയ നോക്കുമ്പോൾ പാർത്ഥിവിനെ കാണുവാനില്ല. അവൾ എല്ലായിടത്തും അന്വേഷിച്ചു, പോലീസിനെയും വിവരം അറിയിച്ചു. രണ്ടാമത്തെ തവണയാണ് ഈ കുട്ടി ഇങ്ങനെ കാണാതായിരിക്കുന്നത്. ഇതറിഞ്ഞിട്ട് അവളുടെ അമ്മ പോലും എല്ലാ ദേഷ്യവും മറന്നിട്ട് അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. ആ സമയത്ത് സിദ്ദിന്റെ കോൾ അവൾക്ക് വരുന്നുണ്ട്, പാർത്ഥിവ് ബാംഗ്ലൂർ എത്തിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിറ്റേ ദിവസം പാർത്ഥിവിനെയും കൊണ്ട് സിദ്ധ് തിരിച്ച് ചെന്നൈയിലെത്തിയിരുന്നു. താൻ തെറ്റിദ്ധരിച്ചതിനെല്ലാം തന്നെ അവൾ അവനോട് സോറി പറയുന്നു. എന്തായാലും താൻ ജോലി രാജിവെച്ചിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാ, ഇതതിനൊരു കാരണമായി, അത്രേ ഉള്ളൂ എന്നാണ് അവൻ പറയുന്നത്. മാത്രമല്ല തനിക്ക് ഈ ധൈര്യവും കോൺഫിഡൻസും എല്ലാം തന്നെ കിട്ടിയത് അവളിൽ നിന്നാണെന്നും അവളും മകനും തന്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്നും അവൻ പറയുന്നു. തന്റെ ഉള്ള പ്രണയമെല്ലാം തന്നെ സിദ്ധ് ശ്രേയയോട് തുറന്നു പറഞ്ഞു. പാർത്ഥിവിന് മുതൽ തന്റെയും കൂടി മകനായിരിക്കുമെന്ന് അവൻ പറയുന്നു. ആ നിമിഷം സിദ്ദിന്റെ പ്രണയം ശ്രേയയും അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാവരും ചേർന്നിട്ട് സേതുവിന്റെ മാരേജിന് പങ്കെടുക്കാൻ പോകുന്നതാണ്. ഗേ ആയ സേതു ആകട്ടെ തന്റെ പങ്കാളിയുമൊത്ത് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു. മാത്രമല്ല നേരത്തെ അയാൾ സ്പെയിൻ ഫ്രീസ് ചെയ്യാൻ കൊടുത്തിരുന്നത് കൊണ്ട് തന്നെ അയാൾ ആഗ്രഹിച്ച പോലെ സറോഗസിയിലൂടെ അയാൾക്കൊരു കുട്ടി കൂടി ഉണ്ടായി. പണ്ടെന്തായാലും സ്പെയിൻ ഫ്രീസ് ചെയ്യാൻ കൊടുക്കാൻ പോയത് നന്നായി എന്ന് അവരെല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ സേതു പറയുന്നുണ്ട്, അന്ന് നമ്മൾ കൊടുത്ത ശേഷം അവിടെ നിന്നും കോള് വന്നിരുന്നു എന്ന്, നമ്മുടെ സ്പേം എല്ലാം തന്നെ അവർ മിസ്പ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ രണ്ടാമതും പോയി കൊടുത്തതാണ്. അന്ന് സിദ്ധ് പി ജെയിംസ് എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റി കൊടുത്തതിനെ പറ്റി എല്ലാം തന്നെ അവർ അവിടെ നിന്ന് തമാശയായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരങ്ങനെ ചിരിക്കുന്ന കണ്ടിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ശ്രേയ അവിടേക്ക് വരുന്നു. ഗൗഡ അതിനെപ്പറ്റി പറയാൻ തുടങ്ങുമ്പോഴേക്കും സിദ്ധ് പറയുന്നുണ്ട്, ഇനിയിപ്പോ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട എന്ന്. അതിനുശേഷം ഇവർ രണ്ടുപേരും ചേർന്നിട്ട് സിദ്ദിന്റെ ആ പ്രോജക്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. ജീവിതത്തിൽ മാത്രമല്ല ബിസിനസ്സിലും സിദ്ദിന്റെ പാർട്ണറായിട്ട് ശ്രേയയെ തന്നെയാണ് അവൻ കൂടെ കൂട്ടിയിരുന്നത്. നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ഇല്ലാന്ന്. രണ്ടുപേർക്കും മാരേജിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവർ കല്യാണം കഴിക്കാനൊന്നും നിൽക്കാതെ ഒരുമിച്ചല്ലാണ്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ ഇപ്പോഴും ആ ഒരു സത്യം അവർ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പാർത്ഥിവ് അവർ രണ്ടുപേരുടെയും മകനാണെന്നുള്ളത്. ചില സമയത്ത് നമ്മൾക്ക് അറിയാതെ തന്നെ ചില മിറാക്കിൾസ് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.